വേണുഗോപാൽ. ശരി വേണുഗോപാൽ, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോട്ടെ. 1975 ഇലക്ഷൻ ക്രമക്കേട് നടത്തി എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയെ അലഹാബാദ് ഹൈക്കോടതിയും പിന്നെ സുപ്രീം കോടതിയും ഇത് തെറ്റായിരുന്നു എന്ന് വ്യാഖ്യാനിച്ച് ആ ഇലക്ഷൻ റദ്ദാക്കിയപ്പോൾ നടന്ന സംഭവം എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ പേരുടെയും വാടച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇത് ഇന്ത്യയിൽ വരുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ്. ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം കാണും. ഇത് മാറ്റണ്ടേ എന്നുള്ളത് ആരാണ് ചിന്തിക്കേണ്ടത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഞാൻ ഇലക്ഷൻ കമ്മീഷനായിരുന്ന TN ശേഷൻ്റെ കൂടെ 5 പ്രാവശ്യം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിസിറ്റിൽ സന്ദർശിച്ച ആളാണ്. അദ്ദേഹം പറയുന്നത് ഈ ഇലക്ഷൻ പ്രോസസ്സ് നന്നാവണമെങ്കിൽ ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണം. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? ഇവിടെ ഭരണഘടനയെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നുണ്ട്, മറ്റു പാർട്ടികൾ പറയുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഭരണഘടന, പാർട്ടിയുടെ ഭരണഘടന ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. ഈ ഭരണഘടന പ്രകാരം ഇന്നർ പാർട്ടി ഡെമോക്രസി അവിടെ ഉണ്ടോ? ഇലക്ഷൻ നടത്തുന്നുണ്ടോ? അവിടുത്തെ പണം എങ്ങനെ വരുന്നു എന്ന് ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ? ഇതൊക്കെ വരുമെന്ന് പറഞ്ഞതിനാണ് ഇലക്ഷൻ കമ്മീഷനെ അന്ന് TN ശേഷനെ ഇംപീച്ച് ചെയ്യാൻ പോയത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, പക്ഷേ മാറ്റി പറയുന്നു എന്നുള്ളതാണ് കുഴപ്പം. ഇലക്ഷൻ കമ്മീഷൻ അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറികളെ സമീപിച്ചുകൊണ്ടാണ്. കാരണം 100 കോടി വോട്ടുള്ളതാണ്. ഇത് ചെയ്യണമെങ്കിൽ അതാത് സർക്കാരുകൾ പിന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂടം ഒക്കെ ചേർന്ന് BLOമാരും BLAമാരും കൂടെ ഉണ്ടെങ്കിലേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കരട് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ BLO എഴുതിയത് ശരിയാണോ എന്ന് നോക്കേണ്ടത് BLA, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാരാണത് നോക്കേണ്ടത്. കാരണം ഇതൊരു വലിയ പ്രോസസ്സാണെന്ന്. ഈ പ്രോസസ്സിൽ പൂർണ്ണമായിട്ടും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. 54 ലക്ഷം EVM ഉണ്ട്. ഇതുപോലും എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ തന്നെ ഒരു ചെറിയ സംഘത്തിന് പറ്റില്ല. ഇത് എവിടെയൊക്കെ പോകുന്നു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നു. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എല്ലാ ഘടകങ്ങളും, അതായത് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ്, രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്തം എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ വളരെ വലുതാണ്. പക്ഷേ ഇത് എന്നു മുതലുണ്ട്? ഈ 1952 മുതൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ വരെ ഉണ്ട്. ഏത് മണ്ഡലങ്ങളിൽ ചെന്നാലും ഇങ്ങനെ ഇരട്ട വോട്ടുകൾ കാണാം. ഇവിടെ ജെ പത്മകുമാർ ഇന്നലെ ഒരു ചാനൽ ഡിസ്കഷന് പോയപ്പോൾ എടുത്ത് ജെ പത്മകുമാർ BJP നേതാവ് പറയാ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട്ടിലെ അദ്ദേഹം ഭാര്യയും മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് 52 വോട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ ഓടി നടക്കുകയാണ്. ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് സംഭവിച്ചതാണ്. അദ്ദേഹം ഓടി നടക്കുകയാണ് ഇതൊന്നും തിരുത്തിക്കാൻ. രമേശ് ചെന്നിത്തലയുടെ പേര് 2 ബൂത്തുകളിലുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് തിരുത്തേണ്ടത് ഇത് ഇന്നും ഇന്നലെയും വരുന്ന സംഭവമല്ല. ഇതെല്ലാം പക്ഷെ അങ്ങനെ കാണാൻ പാടില്ല. എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അതായത് നമ്മൾ പറയാറുണ്ട് കനത്ത പോളിംഗ്. ഈ കനത്ത പോളിംഗ് എത്രയാണ് നടക്കുന്നത്? ഇപ്പോൾ 72%, 75% ഒക്കെ ആയ കനത്ത പോളിംഗ് നമ്മൾ പറയുന്നത്. പണ്ടൊക്കെ 80 നടക്കുമായിരുന്നു. അപ്പോൾ ഈ 75% കഴിഞ്ഞാൽ ബാക്കി 25% എവിടെയാണ് പോകുന്നത്? അതവിടെ കിടക്കുകയാണ്. ഈ കിടക്കുന്നത് മുഴുവൻ ഒന്നുകിൽ മരിച്ചവരായിരിക്കും, ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കും, നാട് വിട്ടു പോയവരായിരിക്കും. ഇതെടുത്തോണ്ട് വന്നിട്ട് ഇത്ര വോട്ടുണ്ട്. അതെ, ഇതെല്ലാം എടുത്തോണ്ട് വന്നിട്ട് അത് 15 ലക്ഷം വോട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരു ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോൾ എത്രയാ? 80% പോളിംഗ് നടന്നു. 20 എന്ന് വിചാരിച്ചോ? അത്രയും ഇപ്പോൾ നടക്കാറില്ല. എങ്കിൽ 20% എന്ന് പറഞ്ഞാൽ പോലും ഏതാണ്ട് 3 ലക്ഷം വോട്ടാണ്. ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ചിലപ്പം 16,000, ഇപ്പോൾ ശശി തരൂർ ഇവിടെ നിന്ന് ജയിച്ചത് 16,000 വോട്ടിനല്ലേ. അപ്പോൾ അറിയാണ് ഈ ബാക്കിയിരിക്കുന്ന 3 ലക്ഷം കള്ളം കാണിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഇതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചതിനെന്ന് BJP ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് കോൺഗ്രസ് പറയുകയാണ്. ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിൽ അടൂർ പ്രകാശാണ് ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയായിട്ട് രാഷ്ട്രീയക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രോസസ്സിൽ ആദ്യം ചെയ്യുന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിംഗ് എടുക്കും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരോ മറ്റ് BJPയോ ആരൊക്കെ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ അതിനെ എല്ലാം അദ്ദേഹം പുറത്താക്കാൻ ഈ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് തന്നെ ചെയ്ത് വോട്ട് ക്ലിയർ ആക്കിയതുകൊണ്ട് മാത്രമാണ് വർഷങ്ങളായി ആറ്റിങ്ങൽ മണ്ഡലം സ്വന്തമാക്കിയിരുന്ന CPM നിന്നും കോൺഗ്രസിലേക്ക് അദ്ദേഹം ഈ സ്ഥാനം പിടിച്ചെടുത്തത്. അദ്ദേഹം എവിടെയൊക്കെ ഇലക്ഷൻ നിന്നിട്ടുണ്ടോ അവിടെ ആദ്യം ചെയ്യുന്ന ഇതാണ്. ഇത് രാഹുൽ ഗാന്ധി പറയേണ്ടത് 540 മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ഈ പരിപാടി ചെയ്യണം. ഫൈൻഡ് അടൂർ പ്രകാശ്, ഇതാണ് പറയേണ്ടത്.
ഇത് ചെയ്യാമെങ്കിൽ ബിജെപിക്കെതിരെ മാത്രം കേരളത്തിൽ വരുമ്പോൾ CPM-നെതിരെയും അങ്ങനെ ആരോപണം പറഞ്ഞാൽ CPM അങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണല്ലോ അന്ന് ഈ വോട്ട് ചേർക്കൽ മാത്രമല്ല, ഞാൻ TN ശേഷം പറഞ്ഞെന്തറിയാമോ, ഈ 80-കളിലെ പെട്ടിയോടെ കൊണ്ടുപോവുക. ഈ പെട്ടിയോടെ കൊണ്ടുപോയി ഇതെല്ലാം ഈ വോട്ട് ചെയ്തതെല്ലാം കളഞ്ഞ് വേറെ സാധനം കുത്തിയിടുകയാണ്. ബീഹാറിലും UP-ലും ഒക്കെ പലയിടത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതോടുകൂടി അത് അവസാനിച്ചു. അപ്പോൾ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചായി പരാതി. എന്നാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പിന്നെ കോൺഗ്രസ് നേതാക്കളും പ്രധാനമന്ത്രിയും എല്ലാവരും പറഞ്ഞിരുന്നത് കോൺഗ്രസിൻ്റെ കാലത്തെ ഈ EVM കറക്റ്റാണെന്നാണ്. കോൺഗ്രസ് മാറി BJP വന്നപ്പോൾ EVM തെറ്റായി. അവസാനം ഇപ്പോൾ EVM-നെ കുറിച്ച് ADR സുപ്രീം കോടതി കൊടുത്ത ഒരു പിന്നെ പരാതിയിൽ നമ്മുടെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വളരെ വിശദമായി ഇത് പഠിച്ച് എങ്ങനെയാണ് ഈ വോട്ട് പെട്ടി ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ഓരോ പ്രോസസ്സും പഠിച്ച് ഇത് എങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ ഈ 52 ലക്ഷത്തിൽ ചിലവാനും വരുന്ന 54 ലക്ഷത്തിൽ ചിലവാനും വരുന്ന EVM എത്തുന്നത് എങ്ങനെയാണ്, ഇത് എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് ഈ ഇന്ത്യ മുഴുവൻ പരന്നു പോകുന്നു, എന്നിട്ടത് ഓരോ പിന്നെ വോട്ടറുടെ ഓരോ മണ്ഡലത്തിലും ചെന്നിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥികളെ വിളിച്ചിട്ടാണ് ഈ പേര് ചേർക്കുന്നത്. പിന്നെ ആ പ്രദേശത്തെ ആരാണോ മെമ്പർ വോട്ട് സ്ഥാനാർത്ഥി അയാളുടെ പേര് ചേർക്കുകയാണ്, എന്നിട്ട് അയാളുടെ ചിഹ്നം പുറത്ത് ഇടുകയാണ്. ഇത് അയാളെ മുൻനിർത്തിയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ പെട്ടി അവിടെ വയ്ക്കുന്നത്. അതിന് മുമ്പേ പരിശോധിക്കുന്നുണ്ട് പേര് അടിക്കുന്നത് തന്നെയാണോ, താമരയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ആ പേരടിച്ച ആളിൻ്റെ കൈപ്പത്തിയിലാണോ പോകുന്നത്. ഇതെല്ലാം പരിശോധിച്ച് വളരെ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ പെട്ടി കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഈ കേസിനെ തള്ളിയെന്ന് മാത്രമല്ല, ഇനി ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ വരരുതെന്ന് വരെ പറയുന്ന വിധത്തിലാണ് ഒരു കെട്ടുള്ള ഒരു വിധിയാണ് പിന്നെ ജസ്റ്റിസ് സഞ്ജയ് ഖന്ന 2024 കൊടുത്ത വിധി. അപ്പോൾ ഇതിന് ശേഷമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ വോട്ടിംഗ് മെഷീനെ കുറിച്ച് ആരും പറയാറില്ല. EVM ഇല്ല, ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഈ വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടികയിൽ അപാകത ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, വോട്ടർ പട്ടികയിൽ അപാകത ഉണ്ട്. അത് തന്നെയാണ് ഈ 30%. ഹരി, ഒരു കാര്യം, ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വോട്ട് ചേർക്കൽ നടത്തുന്നത്. അതായത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളെ കണ്ടുപിടിച്ച് അവരെ വോട്ട് ചേർക്കുന്നു. ഒരിടത്ത് വർഷങ്ങളായി താമസിക്കുന്നവർക്ക് ആ മണ്ഡലത്തിൽ ചിലപ്പോൾ വോട്ട് ഉണ്ടായിരിക്കില്ല, മറ്റൊരു മണ്ഡലത്തിലായിരിക്കും അവിടെ വന്ന് താമസിക്കുന്നത്, അവരെ കണ്ടുപിടിച്ച് വോട്ട് ചേർപ്പിക്കുന്നു. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് അങ്ങനെ ചേർക്കുമ്പോൾ പലർക്കും ഇരട്ട വോട്ടുകൾ വരും. അല്ല, അതിലല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അത് ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഇതിനകത്ത് ലഘൂകരിച്ച് കാണുകയാണ്. അതിനകത്തുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു. മഞ്ജുഷ, ഒന്നാമത്തെ പ്രശ്നം, ഞങ്ങൾ ഈ ഒരു ബൂത്തിൽ 2 പേർക്ക് 2 വോട്ടായി പോയി. 3 വോട്ടൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് 3-4 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്. നമ്മൾ ചൂണ്ടിക്കാണിച്ച 1,280,000 വോട്ടുകളിൽ 40,009 വോട്ട് ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്ക് 2 വോട്ടായി പോയതല്ല ഇവിടുത്തെ പ്രശ്നം. രണ്ടാമത്തത്, ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ്. ഒരു അഡ്രസ്സിൽ ബൾക്കായി വോട്ട് ചെയ്തിരിക്കുന്ന 10,452 പേരുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് ഈ പ്രശ്നം. അതിനെയാണ്, ആ വോട്ടർ പട്ടികയാണ് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അല്ലാതെ ഇതിനകത്ത് 2 പേരുടെ വോട്ട് കൂടിപ്പോയി എന്നുള്ളതല്ല പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞ കറക്റ്റാണ്. അങ്ങനെയുള്ള വോട്ടുകൾ കണ്ടെത്തി റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് ഈസി. അതൊരു അത്ര എളുപ്പത്തിൽ പറയുന്ന കാര്യം. 45 ദിവസമാണ്. ഈ 45 ദിവസം നിങ്ങൾക്ക് കുറ്റം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിൽ 45 ദിവസം കൊണ്ട് നിങ്ങൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞു. 6 മാസം എടുത്തു ഈ ഒരൊറ്റ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ഇത്രയും പുറത്തു കൊണ്ടുവരാൻ 6 മാസം. ഇതൊക്കെ മനുഷ്യ സാധ്യമാണോ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ മെഷീൻ റീഡബിൾ ആയിട്ട് ഒരു സാധനം കൊണ്ട് അത് തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഡൽഹിയിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്നല്ല പേര് ചേർക്കുന്നത്. അതാത് സ്ഥലത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ പറ്റുന്നത് ഭരണത്തിലിരിക്കുന്ന സർക്കാർ. ഒരു കാര്യം പറയാം. തിരുവനന്തപുരത്ത് ഞങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ നമ്മുടെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇതിന്റെ വോട്ട് ഇതിനകത്ത് ആളുകൾക്ക് ഇതെല്ലാം അപേക്ഷിച്ചവർക്കെല്ലാം എന്ത് കൊടുക്കും? അവർക്കെല്ലാം ഹിയറിങ്ങിന് നോട്ടീസ് കൊടുക്കും. ആ ഹിയറിങ്ങിന് പോകാതെ തന്നെ ചില ആളുകൾ ഹിയറിങ്ങിന് പോകാതെ തന്നെ അവരുടെ വോട്ട് കിട്ടുന്ന ആളുകളുണ്ട്. അത് രാഷ്ട്രീയ സ്വാധീനമാണ് സ്വാഭാവികമായി. അവർ ലാസ്റ്റ് മൊമെന്റിൽ ഈ പാർട്ടികളൊന്നും അറിയാതെ ചില ആളുകൾ, അത് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിന് സ്വാഭാവികമായിട്ടും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. ആ അപ്പർ ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് മിസ്യൂസ് ഓഫ് ഫോം 6 33,692 മിസ്യൂസ് ഓഫ് ഫോം 6. ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്.